വയനാട് കേരളത്തിൻ്റെ സ്വർഗം എന്നറിയപ്പെടുന്ന വയനാട്, പ്രകൃതി രമണീയമായ വയനാട്ടിലെ ഒരു പ്രദേശം ഇന്നില്ല. കാരണം രാഷ്ട്രീയ അധികാര അബ്കാരികളുടെ കാരണം ഇന്നില്ലാതായ ആ ഭൂമി അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടൊരു പ്രദേശം ഇല്ലാതായി. കാടിൻ്റെ നന്മ, മലയുടെ അടിവേര്, പിഴുതെറിഞ്ഞ കോറികളും മണലെടുപ്പും എങ്ങനെ സഹിക്കുന്നു? ഇതിനൊക്കെ ഒരവസാനം വേണ്ടേ ജനങ്ങളെ? ഇന്ന് നമ്മൾ കരയുന്നു, നമ്മളെ ഉറ്റവരെ നോക്കി കരയുന്നു, നമ്മുടെ കുട്ടികളെ നോക്കി കരയുന്നു, അച്ഛനും അമ്മയ്ക്കും വേണ്ടി കേഴുന്നു. ഇതിനൊക്കെ കാരണം നമ്മുടെ നാട്ടിലെ നിയമമാണ്. നമ്മുടെ റൂൾസ് ശരിയല്ല, കേരളത്തിൻ്റെ റൂൾസ് ശരിയല്ല, ശരിയാക്കണം. ഇനിയും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള വിലപ്പെട്ട ജീവനുകളും നമ്മുടെ കേരളത്തിൻ്റെ സ്വർഗതുല്യമായ സ്ഥലങ്ങളും നമുക്ക് നഷ്ടപ്പെടും, നമ്മൾ ഒറ്റപ്പെടും. നമ്മൾക്ക് പ്രതികരിക്കണ്ടേ? വയനാട്ടിൻ്റെ കാണാ കാഴ്ചകൾ, നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതികരിക്കാൻ സമയമായിരിക്കുന്നു. ഇനിയും ഇങ്ങനൊരു നഷ്ടം നമുക്ക് വരരുത്, വരാൻ പാടില്ല. എല്ലാം കഴിഞ്ഞില്ല, നമ്മളെല്ലാം പോയി കഴിഞ്ഞില്ല. അവിടുന്ന് എന്റെ ഉമ്മ എല്ലാരും പോയി. ഉമ്മക്ക് എവിടെയുള്ളത്? അവരെ കൊലിച്ചു പോയി. ചളിയല്ലേ, കഴിച്ചോ ഇതൊന്നും ഒരു പടിയില്ല. മൊയ്തീൻകാ ഫോണ് വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങള്. ടി വിയിൽ കാണുന്നതൊന്നുമല്ല, ടി വിക്കാരൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ. അപ്പുറത്തേക്ക് അങ്ങോട്ട് 7 ക്ലാസ് മുറി ഉണ്ട്. 7 ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഇതിന്നാണ് ഇപ്പൊ നമുക്ക് 5-6 മയ്യത്തടക്കം കിട്ടിയിട്ടുള്ളത്. 2 കാല് കിട്ടിയിട്ടുണ്ട്. ആൾക്കാരെ ആ കാല് കിട്ടിയവന്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ. അപ്പൊ എത്ര ആളുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ. ഓക്കെ, ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട. എനിക്ക് 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടതാണ് ഇന്നലെ. കളക്ടറേറ്റിൽ നിന്ന് കോള് വന്നിട്ട് നമുക്ക് നമ്മളെ സംഘത്തിനും. ഓക്കെ, അപ്പൊ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾക്കാർ വേണം. അതുകൊണ്ടാണ് ഉണ്ട്. ആ ട്യൂബില് ബോഡിണ്ട്. ആക്കണ അതിലുണ്ട്. Allah.
This is Wayanad right now. Four hours, 3 landslides. 400 பேருக்கு மேலே இன்னும் மாட்டிட்டு இருக்காங்கன்னு சொல்கிறாங்க. இந்த மினிட் வரைக்கும் டெத் டோல் இஸ் 93. 100 பேர் மேலே ஹாஸ்பிட்டலில் அட்மிட் ஆகிருக்காங்க. கீழே இருக்க நம்பர்ஸ் தான் அஃபிஷியலாக கவர்மெண்ட் கொடுத்த ஹெல்ப்லைன் நம்பர்ஸ். Let's pray together for Kerala. വളരെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. മൊത്തം മരങ്ങൾ, കൂറ്റൻ മരങ്ങൾ വന്ന് മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ മേഖലയിലേക്ക് പോയ ആളുകൾ പറയുന്നത്. അതിനിടയിലാണ് ഒരുപാട് പേരെ കാണാനില്ല എന്നുള്ള വാർത്തകൾ വരുന്നത്. എത്ര വീടുകൾ ഒറ്റപ്പെട്ടു, എത്ര വീടുകൾ മണ്ണിനടിയിലായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഉരുൾപൊട്ടിയതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് വീടുകളില്ല, തറ മാത്രമേ ഉള്ളൂ. ഈ ഒരു തറ, ഈ ഒരു തറ. ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ്, വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടിട്ടാന്ന് വിചാരിക്കും. അങ്ങനെ ഫിനിഷ് ആയി പോയിട്ടുണ്ട്. എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥ വെച്ചിട്ടുണ്ട് അവിടെ വീട്. പിന്നെ ഇവിടെ തറകളും ഉണ്ട്, ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോയാൽ തറകളും ഇല്ല. ഫുള്ള് കോട മൂടി ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലുള്ള പോലെ. ഇതിന്റെ അവസ്ഥ എത്രമാത്രം ഞാൻ കാണുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും ഇത്രയും ദയനീയമാണ്. നമ്മൾ ന്യൂസിലൊന്നും കാണുന്ന പോലെ അല്ല ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ തറകളാണ്, വീട് തറകള് ഒക്കെ ഉണ്ടാവും. അപ്പൊ വീടുകൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല, തറ അടക്കടക്കി പോയിക്കാം മൊത്തത്തില്. എന്റെ പോരാ, എന്റേതാണ് അതെല്ലാം എന്ന് പറയുന്നത് നമുക്കെല്ലാം അവകാശപ്പെടില്ലേ? ഈ രംഗം കാണുമ്പോ ഇത് എന്റേത്, ഇത് എന്റേത്, ഇതിന്റെ സ്ഥലത്തിന്റെ അതിര് അതിരുമില്ല, ഒന്നുമില്ല. ഒരു പൊറന്റെ വാർപ്പാണല്ലോ. ഒരു തുഞ്ച അങ്ങോട്ട് അതിരുമെന്ന് തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറാണ്. ഇവിടെ ഇപ്പൊ ഒരു കച്ചറയില്ല, കച്ചറ ഉണ്ടാക്കാനും ആണല്ലോ. ഒക്കെ ഒരു വീടിന്റെ പകുതി ആടുന്നുണ്ട്.
ഇതൊക്കെ വീടുകള്. ഇന്നിപ്പോ എന്താ പറയാ, ഇങ്ങോട്ട് ആളുകളെ കയറ്റി വിടുന്നില്ല. ഞാൻ ഇങ്ങനെ ഒന്നായി വന്ന് അതില് അടുത്ത് എത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഷീറ്റ് എന്തോ കാറ്റിനെടുക്കാണ്. പിന്നെ നോക്കുമ്പോ ആ ശബ്ദം കൂടി കൂടി വന്നപ്പോ ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങനെ ചേർത്ത് ചെരിഞ്ഞു കിടന്ന് പിടിച്ച്. അപ്പത്തിന് ചുമരും ഒന്നായി മേലൊക്കെ എൻ്റെ മേത്തേക്ക് വീണ് ബേക്കോട്ട് പോയി. ഞാൻ എൻ്റെ കുട്ടി ഒന്നായിപ്പോയി എത്തി അടിച്ചു പോയി. എൻ്റെ വാപ്പയും അമ്മയും അവരാദ്യം പോയി. അമ്മൊക്കെ പോയി. പെങ്ങളും അനിയന്റെ ഭാര്യയും കുട്ടികളും അമ്മോസിനും അമ്മായും ഞങ്ങള് കുടുംബത്തിൽ നിന്ന് 16 ആള് പോയി. കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടേക്കായിരുന്നെങ്കിൽ എന്ത് സന്തോഷായിരുന്നു. എല്ലാം പോയി. ഈ ഡ്രസ് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. പോയിക്കോട്ടെ, അതൊക്കെ പോയിക്കോട്ടെ, ഒന്നും വിഷയമല്ല. അത് കംപ്ലീറ്റ് ദൈവം തന്നല്ലേ. രണ്ടാളുണ്ടാവും പാറപ്പുറത്ത്. അവിടെ ചളിയായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങളൊരു 5 ദിവസം മുന്നേ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. മുണ്ടക്കൈ ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുകളിലുള്ള ലൊക്കേഷനാണിത്. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് മുകളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ലൊക്കേഷൻ ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള വുഡൻ ബ്രിഡ്ജ് ഉള്ളത്. അതിന്റെയും മുകളിലുള്ള മലയിൽ നിന്നാണ് ഈ ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായതെന്ന് കരുതുന്നത്.
ഹസ്ബൻഡ് ഇറങ്ങി അവിടെ നിക്കുക. ഇനി വെള്ളം വന്ന മൂപ്പരും പോകും. അതൊന്ന് രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നൂടെ? മൂപ്പർക്ക് നീനുവിനെ അങ്ങോട്ട് മിന്നുവിനെ രക്ഷപ്പെടുത്തിയിട്ട് മൂപ്പർക്ക് അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല. ബാക്കി 3 ആളും അതിന്റെ ഉള്ളില. ആരെങ്കിലും